സാറേ ഞാനല്ല സാർ, ഞാനല്ല, ഞാൻ വിട്ടുപോയതാ സാറേ. സാറേ ഞാനല്ല സാറേ, ഞാനല്ല. ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാനന്ന് ജോലിക്കായി ഈ നഗരത്തിൽ വന്നത്. ഇപ്പോഴും ഓർക്കുന്നു, ഒത്തിരി സന്തോഷത്തോടെ അപ്പനും അമ്മയും എന്നെ അനുഗ്രഹിച്ചു വിട്ടത്. ജോണെ, സൂക്ഷിച്ചൊക്കെ പോകണം. സാധിച്ചാൽ എന്നും വീട്ടിലേക്ക് വിളിക്കണം. പള്ളിയിലൊക്കെ പോകണം. ദൈവം മോനെ ഒത്തിരി അനുഗ്രഹിക്കും. മോനെ, ഇതുകൂടി വെച്ചോ. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം കേട്ടോ. അമ്മേ, ഇതൊക്കെ അവിടെയും കിട്ടും. ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ, ട്രെയിനിന്റെ സമയമായി. കൂട്ട് നല്ലതായിരിക്കണം മോനെ. ശരി അമ്മേ. എടാ ജോണേ, എങ്ങനെയുണ്ട്? വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? വർക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ ഹോസ്റ്റലിൻ്റെ അവസ്ഥ വളരെ ശോകമാണ്. ഫുഡിൻ്റെ കാര്യം പറയേ വേണ്ട. ദേ, എൻ്റെ ഫ്ലാറ്റിലൊരു ചാൻസ് ഉണ്ട്. നീ വരുവാണെങ്കിൽ ഞാനത് ബ്ലോക്ക് ചെയ്യാം. അത് കൊള്ളാമല്ല. അടുത്ത് പള്ളിയൊക്കെ ഉണ്ടാ? എടാ, ഇവിടെ അടുത്ത് പള്ളിയൊന്നുമില്ല. നീ വേണമെങ്കിൽ എൻ്റെ ബൈക്ക് കൊണ്ടുപോയിക്കോ. സൂപ്പർ. എന്നാൽ ഞാൻ വരാളിയാ. ഹായ് ഗൈസ്, there is a good news for us. നമ്മുടെ പുതിയ പ്രോജക്റ്റ് വളരെ സക്സസ് ആയിരുന്നു. അതിന്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ റിക്കി ലീഡ് ചെയ്ത ടീമിനുള്ളതാണ്. സോ കൺഗ്രാറ്റുലേഷൻ മൈ ഡിയേഴ്സ്. പുതിയ കൂട്ടുകാർ, പുതിയ സ്ഥലങ്ങൾ, പുതിയ സാഹചര്യം. എങ്കിലും കുറേ നാൾ എൻ്റെ ദൈവത്തിൻ്റെ കൂട്ട് വിടാതെ ഞാൻ നോക്കി. പക്ഷേ അറിയാതെ ഞാൻ പലതും മറക്കുന്നുണ്ടായിരുന്നു. എന്താ രാവിലെ തന്നെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ? ഇന്ന് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പൊന്നു ജോണേ, ഇന്നലെ മാനേജർ മുട്ടം പണിയാൻ തന്നെ. അയാളുടെ അടുത്ത് കേൾക്കാൻ ബാക്കി ഒന്നുമില്ല. ഹലോ, വിനിച്ചേട്ടാ. ജോണേ, നീ എത്തിയിട്ടെന്താ വിളിക്കാതിരുന്നത്? നിനക്ക് സുഖാണോ? അതെ ചേട്ടാ. ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മുടെ മീറ്റിങ്ങിനൊന്നും നിന്നെ കാണുന്നില്ലല്ലോ. നീ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം. ഒരു കാര്യം ചെയ്യും, ഇന്ന് വൈകിട്ട് നീ ഒന്ന് ഇറങ്ങ്. നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ചേട്ടാ. പ്രൈസ് കോട്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാട്ടോ. എൻ്റെ നാട്ടിലെ വേണ്ടപ്പെട്ടൊരു ചേട്ടനാ, ഇവിടെ വക്കീല. ഞാനിവിടെ വന്നിട്ട് വിളിക്കാൻ മറന്നുപോയി. ഇന്ന് വൈകിട്ടൊരു ഗ്യാതറിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് പോയാലോ? എടാ, ഇന്ന് വൈകിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? ഞാനത് മറന്നുപോയി. ചേട്ടനോടാണെങ്കിൽ ഞാൻ വരാമെന്ന് പറയുകയും ചെയ്തു പോയല്ലോ. ഒന്ന് പോടാ, നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതല്ലേ? അതും ഇംഗ്ലീഷ് ഫിലിം ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക്. എടാ, ഗ്യാതറിംഗ് ഇനിയും വരും. പക്ഷേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആ മാച്ചു. എന്നാ പിന്നെ അങ്ങനെ പ്ലാൻ ചെയ്യാല്ലേ? പുതിയ കൂട്ടുകാരുടെ നിർബന്ധങ്ങൾ നിഷേധിക്കാൻ ആവാതെയായി. കൂടെയുള്ള ഈശോയുടെ കൂട്ട് അറിയാതെയായി. വല്ലാത്തൊരു ദിവസമായിരുന്നു. ആകെ ടയേർഡായി. ശരിയാ, ഇനി 2 അടിക്കേണ്ട ഒരു രക്ഷയില്ല. എന്നിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് കടന്നുറങ്ങാൻ. ഹലോ അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ഹായ് മേറ്റ്സ്, കം ഓൺ, ഇറ്റ്സ് പാർട്ടി ടൈം. മച്ചനെ, നീ നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണ് സംഭവം? മച്ചു, നെക്സ്റ്റ് വീക്ക് ഐ എം ഗോയിങ് ടു ഓസ്ട്രേലിയ. സോ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. 2 അടിക്കണമെന്ന് ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴാണോ മച്ചാൻ പറഞ്ഞെത്തിയത്?
നീ എൻ്റെ മുത്താടാ മച്ചാനെ. എടാ മക്കളെ, ഇത് മണി 2 ബാക്കിയുള്ളവർക്കൊന്നും ഉറങ്ങണ്ടേ? മാമ മാമന് ഞങ്ങളൊരു താരാട്ട് പാട്ട് പാടിത്തരാം. വാ മാമ. ഡോ മാമ, മോനെ നോക്കി വിളിച്ച് ഞങ്ങളെ തന്തയാവാൻ നോക്കണ്ട. ഇത് ഞങ്ങളെ ഫ്ലാറ്റ്, ഞങ്ങളെ സൗകര്യം. വിട്ടോ വിട്ടോ, മാമൻ വേഗം വിടാൻ നോക്കിയേ. Guys, I have a mood for a long drive. Shall we? നമുക്ക് റൈഡിന് പോയാലോ? വൈ നോട്ട്? വാ നമുക്ക് പോവാ. കം ഓൺ. എടാ ജോണേ, നീ വരുന്നില്ലേ? വാടാ പോവാ. ഇല്ലടാ, ഞാനാകെ ടയേർഡാണ്. നിങ്ങൾ ചെല്ലേ. ഇവിടെ എന്തായിരുന്നു? ഇവിടെ ഭയങ്കര ഒച്ചയും വേളവും എന്നൊക്കെയാണല്ലോ അസോസിയേഷനുള്ള പരാതി. എവിടെയാണ് ബാക്കിയുള്ളവര്? ഇവിടെ ഇപ്പോ ഞാൻ മാത്രമുള്ളൂ സാർ. കൂടെ ഉണ്ടായിരുന്നവർ പുറത്തുപോയി. ആഹാ, ഒരു ലക്ഷറി പരിപാടിയായിരുന്നല്ലേ. അപ്പൊ പലതും ഇവിടെ കാണുമല്ലോ. അല്ല സാർ, സാർ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. അത് എൻ്റേതല്ല സാർ. ആഹാ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ ബഹളത്തിന് കാരണം. കൊള്ളാം. സാർ, എനിക്കൊന്നും അറിയില്ല. നീ ഇപ്പൊ ഒന്നും അറിയണ്ടാ, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ പോയി അറിയാം. ഞാൻ എൻ്റെ ചുറ്റും തിരഞ്ഞു. എന്നെ അറിയുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കൂട്ടുകാർ ഇട്ടിട്ട് പോയപ്പോഴും എൻ്റെ കൂട്ടുവിടാതെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ, ബെന്നി സാറോ? കഴിഞ്ഞ ആഴ്ച ബെന്നി രക്ഷിച്ച കുഞ്ഞിനെ ചൈൽഡ് വെൽഫെയർ സെൻ്ററിൽ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. എവിടെ സാർ ഞാൻ വിളിച്ചു പറഞ്ഞ ആള്? ആ, ഇവിടെയുണ്ട്. ആള് ശരിക്കും പേടിച്ചു. അവനൊരു പാവാണ് സാർ. ഈ കൂട്ടുകാരൊക്കെ ചെയ്യുന്ന തെറ്റിലേ അവൻ പെട്ടുപോയതാ. എനിക്ക് അവനെ നന്നായിട്ടറിയാം. ആള് പാവായിരിക്കും, പക്ഷെ കൂട്ട് നന്നല്ലേ പെടും. ബെന്നി അപ്പോൾ തന്നെ വിളിച്ചത് പറഞ്ഞ കാരണം ഞാൻ FIR എഴുതിയിട്ടില്ല. ആളെ കൊണ്ടുപോയിക്കോ. ഡോ, ഇനിയും ഇതുപോലുള്ള ഒന്നിലും ചെന്ന് പെടാതിരിക്കാൻ നോക്ക്. എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല. താങ്ക് യു സാർ. ചില ദുരനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. എന്തു വന്നാലും ദൈവം നിന്നെ കൈവിടില്ല. റോമ 5:5 പറയുന്നത് പോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കൂട്ടുവിടാതെ കൂടെ നിൽക്കുന്ന എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി.